തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് ഏറ്റവും കൂടുതൽ കേട്ട വാക്കുകൾ 3000 പെൻഷനാണ്. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര, 25 ലക്ഷം ഹെൽത്ത് ഇൻഷുറൻസ്, യുവാക്കൾക്ക് പലിശരഹിത വായ്പ എന്നിവയായിരുന്നു. ഇപ്പോൾ സർക്കാർ അധികാരത്തിലെത്തിയ സാഹചര്യത്തിൽ ഈ പദ്ധതികൾ എപ്പോൾ നടപ്പിലാകും, ആരെല്ലാം അർഹരാകും, സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുമെന്ന ചോദ്യങ്ങളാണ് എല്ലായിടത്തും ഉയരുന്നത്. കേരളത്തിലെ സാധാരണ കുടുംബങ്ങളുടെ ഏറ്റവും വലിയ ആശ്രയമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. അതുകൊണ്ട് തന്നെ UDF പ്രഖ്യാപിച്ച 3000 ക്ഷേമ പെൻഷൻ പദ്ധതിയാണ് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിയിരിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന പെൻഷൻ തുക വർദ്ധിപ്പിച്ച് എല്ലാ അർഹരായ വിഭാഗങ്ങൾക്കും മാസം 3000 രൂപ നൽകുമെന്നാണ് UDF വ്യക്തമാക്കിയിരിക്കുന്നത്. വയോജനങ്ങൾ, വിധവകൾ, ഭിന്നശേഷിക്കാർ, അവിവാഹിത സ്ത്രീകൾ, കർഷക തൊഴിലാളികൾ തുടങ്ങിയവരാണ് പ്രധാന ഗുണഭോക്താക്കൾ. കേരളത്തിൽ മരുന്ന് ചെലവും ഭക്ഷ്യവിലയും വലിയ തോതിൽ വർദ്ധിച്ച സാഹചര്യത്തിൽ ഈ പെൻഷൻ വർധന വലിയ ആശ്വാസമാകുമെന്നാണ് സർക്കാർ പറയുന്നത്. പല കുടുംബങ്ങളിലും വയോധികർക്ക് ലഭിക്കുന്ന പെൻഷൻ തന്നെയാണ് പ്രധാന വരുമാന മാർഗം. അതുകൊണ്ട് തന്നെ 3000 എന്ന തുക ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഈ പദ്ധതി കൂടുതൽ പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ബാധ്യത കൂടി വർദ്ധിക്കുമെന്ന ആശങ്കയും ചിലർ പങ്കുവയ്ക്കുന്നുണ്ട്. സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ച ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര. കർണാടകയിലെ ശക്തി പദ്ധതിയുടെ മാതൃകയിൽ കേരളത്തിലും സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിക്കുമെന്നാണ് UDF പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദിവസേന ജോലിക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും വീട്ടമ്മമാർക്കും ചെറുകിട വ്യാപാരികൾക്കും ഇത് വലിയ സഹായമാകും. ഒരു സാധാരണ കുടുംബത്തിൽ മാസത്തിൽ യാത്രയ്ക്കായി ചിലവാകുന്ന തുക വലിയ തോതിൽ കുറയ്ക്കാൻ ഈ പദ്ധതി സഹായമാകുമെന്നാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ജോലി ചെയ്യാൻ പോകുന്ന സ്ത്രീകൾക്ക് ഇത് സാമ്പത്തികമായ ആശ്വാസമാകും. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ഈ പദ്ധതി സഹായിക്കുമെന്നാണ് UDF നേതാക്കൾ പറയുന്നത്. എന്നാൽ സ്വകാര്യ ബസ് മേഖലയെ ഇത് ബാധിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. സർക്കാർ KSRTCക്ക് അധിക ധനസഹായം നൽകേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന വിമർശനങ്ങളും ശക്തമാണ്. അടുത്തത് വിദ്യാർത്ഥിനികൾക്കായി പ്രതിമാസം 1000 രൂപ നൽകുമെന്ന പ്രഖ്യാപനവും സംസ്ഥാനത്ത് വലിയ ചർച്ചയായി. നിരവധി പെൺകുട്ടികൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പഠനം പാതി വഴി നിർത്തേണ്ടി വരുന്ന സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ പരിഹാരമായാണ് ഈ പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ വിദ്യാർത്ഥിനികൾക്ക് മുൻഗണന ലഭിക്കാനാണ് സാധ്യത. പഠനച്ചെലവ്, ഹോസ്റ്റൽ ഫീസ്, യാത്രാ ചെലവ്, പുസ്തകങ്ങൾ വാങ്ങാൻ എന്നിവയ്ക്ക് ഈ തുക സഹായകരമാകും. ഉയർന്ന വിദ്യാഭ്യാസ മേഖലയിൽ പെൺകുട്ടികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അപേക്ഷ ഓൺലൈൻ പോർട്ടൽ വഴിയായിരിക്കുമെന്നും ആധാർ, ബാങ്ക് അക്കൗണ്ട്, വരുമാന സർട്ടിഫിക്കറ്റ്, കോളേജ് ID കാർഡ് എന്നിവ ആവശ്യമായേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. പല കുടുംബങ്ങൾക്കും ഈ സഹായം വലിയ പ്രയോജനമാകുമെന്നാണ് പ്രതീക്ഷ. അടുത്തത് ആരോഗ്യ മേഖലയിലെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് 25 ലക്ഷം വരെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഉമ്മൻചാണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി എന്ന പേരിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ ചികിത്സാ ചെലവ് കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ ഈ പദ്ധതി സാധാരണ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തൽ. ഹൃദയ ശസ്ത്രക്രിയ, ക്യാൻസർ ചികിത്സ, ICU ചികിത്സ, അപകട ശസ്ത്രക്രിയ എന്നിവയ്ക്കായി കുടുംബങ്ങൾ വലിയ കടബാധ്യതയിലാകുന്ന സാഹചര്യം പതിവാണ്. അതിനാൽ സർക്കാർ സഹായത്തോടെ സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ ലഭ്യമാക്കാൻ ഈ പദ്ധതി സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. മധ്യവർഗ കുടുംബങ്ങൾക്കും താഴ്ന്ന വരുമാനക്കാരായ കുടുംബങ്ങൾക്കും ഇത് വലിയ സുരക്ഷ നൽകും. എന്നാൽ ഇത്ര വലിയ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാൻ സംസ്ഥാനത്തിന് എത്രത്തോളം സാമ്പത്തിക ശേഷിയുണ്ടെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നായ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമായി യുവാക്കൾക്കായി 5 ലക്ഷം വരെ പലിശരഹിത വായ്പ നൽകുമെന്ന പ്രഖ്യാപനം ശ്രദ്ധ നേടിയിട്ടുണ്ട്. ജോലി അന്വേഷിക്കുന്നവരെ തൊഴിൽ നൽകുന്നവരാക്കുക എന്ന ആശയത്തോടെയാണ് ഈ പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. സ്റ്റാർട്ടപ്പുകൾ, ഓൺലൈൻ ബിസിനസ്സുകൾ, കാർഷിക സംരംഭങ്ങൾ, ഫുഡ് യൂണിറ്റുകൾ, ടൂറിസം മേഖല, IT സേവനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ യുവാക്കളെ സ്വയം തൊഴിലിലേക്ക് ആകർഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പല യുവാക്കളും ബാങ്ക് വായ്പയിലെ പലിശയും ജാമ്യവും കാരണം ബിസിനസ് ആരംഭിക്കാൻ ഭയപ്പെടുന്ന സാഹചര്യത്തിൽ ഈ പദ്ധതി വലിയ അവസരമാകുമെന്നാണ് പ്രതീക്ഷ. സംരംഭകത്വം വർദ്ധിപ്പിക്കുന്നതിലൂടെ കേരളത്തിലെ തൊഴിലില്ലായ്മ കുറയ്ക്കാനാകുമെന്നാണ് സർക്കാർ പറയുന്നത്. അടുത്തത് ആശാപ്രവർത്തകർക്കായി ദിവസവേതനം 700 രൂപയ്ക്ക് വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനവും വലിയ ചർച്ചയായി. കോവിഡ് കാലത്തുൾപ്പെടെ ആരോഗ്യ മേഖലയിലെ ഏറ്റവും വലിയ നിർണായക സേവനം നിർവഹിച്ചവരാണ് ആശാപ്രവർത്തകർ. എന്നാൽ വളരെ കുറഞ്ഞ വേതനമാണ് ഇവർക്ക് ലഭിച്ചിരുന്നത്. നിരവധി വർഷങ്ങളിലായി ശമ്പള വർധന ആവശ്യപ്പെട്ട് സമരങ്ങൾ നടന്നിരുന്നു. ഇപ്പോൾ UDF സർക്കാർ അവരുടെ വേതനം വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയതോടെ ആരോഗ്യ മേഖലയിലെ വനിതാ ജീവനക്കാർ വലിയ പ്രതീക്ഷയിലാണ്. ഗ്രാമപ്രദേശങ്ങളിലെ ആരോഗ്യ സേവനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനും ഇത് സഹായിക്കുമെന്നാണ് കരുതുന്നത്. കർഷകർക്കായി നിരവധി പദ്ധതികളും UDF പ്രഖ്യാപിച്ചിട്ടുണ്ട്.
നെല്ലിന് ഉയർന്ന താങ്ങുവില, റബ്ബറിന് കിലോയ്ക്ക് 300 രൂപ പിന്തുണ വില, കാർഷിക വായ്പ പുനർസംഘടന, കാർഷിക സബ്സിഡികൾ എന്നിവയാണ് പ്രധാന വാഗ്ദാനങ്ങൾ. കേരളത്തിലെ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വരുമാനത്തിലെ അനിശ്ചിതത്വവും കടബാധ്യതയുമാണ്. അതിനാൽ കർഷകർക്ക് സ്ഥിരമായ വരുമാനം ഉറപ്പാക്കാൻ സർക്കാർ ഇടപെടുമെന്നാണ് പ്രഖ്യാപനം. യുവാക്കളെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാനും കൃഷി ലാഭകരമാക്കുവാനുമാണ് ലക്ഷ്യം. റബ്ബർ കർഷകർ പ്രത്യേകിച്ച് ഈ പ്രഖ്യാപനത്തെ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. സ്ത്രീ സ്വയം തൊഴിൽ പദ്ധതികൾക്കും UDF വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കുടുംബശ്രീ യൂണിറ്റുകൾക്ക് കൂടുതൽ സാമ്പത്തിക സഹായം, ഹോം ബിസിനസ്സുകൾ വായ്പ, ഓൺലൈൻ മാർക്കറ്റിംഗ് പിന്തുണ എന്നിവ നൽകുമെന്നാണ് പ്രഖ്യാപനം. സ്ത്രീകൾക്ക് സ്വയം വരുമാന മാർഗം കണ്ടെത്താൻ ഇത് സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് ഈ പദ്ധതികൾ വലിയ അവസരമാകും. പ്രത്യേകിച്ച് സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കൂടാതെ സ്ത്രീ സുരക്ഷയ്ക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ, CCTV വികസനം, രാത്രി സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയും സർക്കാർ പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിലും UDF സർക്കാർ നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. മെട്രോ വികസനം, തീരദേശ വികസനം, റോഡ് വികസനം, കുടിവെള്ള പദ്ധതികൾ, മിഷൻ സമുദ്ര പോലുള്ള പദ്ധതികൾ ഉൾപ്പെടുന്നു. ടൂറിസം മേഖലയിൽ കൂടുതൽ ശക്തിപ്പെടുത്തുകയും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം. റോഡ് വികസനവും ഗതാഗത സംവിധാനങ്ങളിലെ മാറ്റങ്ങളും കേരളത്തിലെ വ്യാപാര മേഖലയ്ക്ക് വലിയ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഈ പദ്ധതികൾക്കെതിരെ വിമർശനങ്ങളും ശക്തമാണ്. കേരളത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കുമ്പോൾ ഇത്രയും വലിയ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. സംസ്ഥാനത്തിന് വലിയ കടബാധ്യതയുള്ള സാഹചര്യത്തിൽ പുതിയ ക്ഷേമ പദ്ധതികൾ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുമെന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ ചർച്ചകളിലും ഈ വിഷയമാണ് പ്രധാനമായും ഉയരുന്നത്. ചിലരത് കേരളത്തിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ മറ്റു ചിലർ ഈ വാഗ്ദാനങ്ങൾ പ്രായോഗികമല്ലെന്നാണ് അഭിപ്രായപ്പെടുന്നത്. രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നതിനനുസരിച്ച് എല്ലാ പദ്ധതികളും ഒരേ സമയം നടപ്പിലാക്കണമെന്നില്ല. ആദ്യം പെൻഷൻ വർധന, ആശാ വേതന വർധന, ഇന്ധന നികുതി കുറവ് തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നീട് സൗജന്യ യാത്ര, ആരോഗ്യ ഇൻഷുറൻസ്, വിദ്യാർത്ഥിനികൾക്കുള്ള സഹായം തുടങ്ങിയ പദ്ധതികൾ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാനാണ് സാധ്യത. എന്തായാലും 2026 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി UDF സർക്കാരിന്റെ പുതിയ ക്ഷേമ പദ്ധതികൾ മാറിയിരിക്കുകയാണ്. അടുത്ത 5 വർഷം കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നത് ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.